നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോസ്റ്റ് ഷീറ്റിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്തു, ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് പഠിക്കാൻ പോകുന്നത്. ഇനി പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറയുന്നത് കോസ്റ്റ് ഷീറ്റ് തന്നെയാണ്, പക്ഷേ അതിലെന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്? സെയിൽസും പ്രോഫിറ്റും അതുപോലെ സ്റ്റോക്കും. ഈ 3 കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും? പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാറും. മനസ്സിലായല്ലോ? അപ്പോൾ മോസ്റ്റ് കോമൺ കമ്പോണൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നുള്ളത് അവിടെ നമ്മൾ എഴുതുന്നത്. ഇവിടെ നമ്മൾ സ്റ്റോക്ക്, പ്രോഫിറ്റ്, അതുപോലെ സെയിൽസ്, പ്രോഫിറ്റ് ആൻഡ് സെയിൽസാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. മനസ്സിലായല്ലോ? ഈ 3 കാര്യങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു, ആ സെയിൽസിൽ നിന്ന് എത്ര സെയിൽ ഉണ്ടാക്കിയാൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാകും എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിലൂടെ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്, നോക്കാം. കേരള കെമിക്കൽ കമ്പനി സപ്ലൈസ് ടു ദ ഫോളോവിങ് ഡീറ്റെയിൽസ് ഫ്രം ദി കോസ്റ്റ് റെക്കോർഡ്സ്. കേരള കെമിക്കൽ കമ്പനീൻ്റെ കോസ്റ്റ് റെക്കോർഡാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക, സെപ്റ്റംബർ 2021 കണക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 1 സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കും 30th സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. അത് ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിൻ്റെ തന്നിട്ടുണ്ട്, അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും തന്നിട്ടുണ്ട്. എന്ത്? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. ഇത് കണ്ടില്ലേ? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ഇതിൽ ആഡ് ചെയ്യേണ്ടതാണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? കുറച്ചിട്ടൊക്കെ എഴുതാനുള്ളതാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻസിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഡയറക്റ്റ് വേജസ് ഉണ്ട്, അതുപോലെ ഇൻഡയറക്റ്റ് വേജസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. കണ്ടല്ലേ? സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെ അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് 2 വർക്ക് ഇൻ പ്രോഗ്രസ്, ഓപ്പണിങ്, ക്ലോസിങ്. അതുപോലെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, ആ വർഷം ആ ഒരു മാസത്തിൽ നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കോസ്റ്റ് ഉണ്ട് 15,000 തന്നിട്ടുണ്ട്, 66,000 തന്നിട്ടുണ്ട്. അതുപോലെ ഫാക്ടറി റെൻറ്റ്, റേറ്റ്സ് ആൻഡ് പവർ അത് നമുക്ക് തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ, എന്തെങ്കിലും പ്ലാന്റ് ആൻഡ് മെഷീനറീൻ്റെ ഡിപ്രീസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, തേയ്മാനം. അതുപോലെ എക്സ്പെൻസസ് ഓൺ പർച്ചേസിൻ്റെ എക്സ്പെൻസസ്, പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ ക്യാരേജ് ഔട്ട്വേർഡ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് തന്നിട്ടുണ്ട്. അഡ്വർടൈസിങ് തന്നിട്ടുണ്ട്. അതുപോലെ ഓഫീസ് ആൻഡ് ടാക്സസ് തന്നിട്ടുണ്ട്. ട്രാവലേഴ്സ് വേജസ് ആൻഡ് കമ്മീഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും തന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ എ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായല്ലോ? നമ്മളപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുകയാണ്. മനസ്സിലായല്ലോ? ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റും പ്രോഫിറ്റും തരംതിരിച്ച് കാണും നമ്മളിതിൽ. ശരിയാണല്ലോ? ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റും ഒരു പ്രൊഡക്റ്റിൻ്റെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്, അതുപോലെ പ്രോഫിറ്റ്, ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനിലോട്ട് പോകാം. ഫസ്റ്റായിട്ട് നമ്മൾ റോ മെറ്റീരിയലിൻ്റെ കാര്യം പറയുന്നത്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഫസ്റ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇത്ര ഉണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ പർച്ചേസ് ആഡ് ചെയ്തു. നമുക്കറിയാം പർച്ചേസ് ഉണ്ടായിട്ടുണ്ട്, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്തു? അത് നമ്മൾ ആഡ് ചെയ്തു, 66,000 ആഡ് ചെയ്തു അതിലോട്ട്. അപ്പോൾ എന്ത് ചെയ്തു? എക്സ്പെൻസസ് ഓൺ പർച്ചേസ് എന്ത് ചെയ്യണം? അതിലൂടെ ആഡ് ചെയ്യണം. എക്സ്പെൻസസ് എന്തൊക്കെയായിരുന്നു നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ തന്നിട്ടുണ്ട് 1,500 തന്നിട്ടുണ്ട്. ശരിയല്ലേ? എക്സ്പെൻസസ് തന്നിട്ടുണ്ട് 1,500. അപ്പോൾ നമ്മൾ അതും എന്ത് ചെയ്തു? ഇതിലോട്ട് ആഡ് ചെയ്താൽ 1,42,500 കിട്ടി നമുക്ക്. എന്നിട്ട് ഇതിൽ എന്ത് ചെയ്യണം? മാസം അവസാനത്തിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. കണ്ടില്ലേ? 91,500 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 51,000 കിട്ടി. അതാണ് എന്ത്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അപ്പോൾ 51,000 രൂപേൻ്റെ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഉപയോഗിച്ചത് എത്രയാണ്? ഉപയോഗിച്ച മെറ്റീരിയൽ 51,000 രൂപേൻ്റെയാണ്. ഇതിലേക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആഡ് ചെയ്യുന്നത് ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്യും. ഡയറക്റ്റ് വേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് വേജസ് ആയിട്ട് 52,500 തന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റ് തന്നെ അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് എത്ര കിട്ടി? 1,03,500 കിട്ടി. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൽ നിന്ന് പർച്ചേസ് കൂട്ടി, അതിൽ നിന്ന്
അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് വേജ് കൂട്ടി. വേറെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും തരാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വേജസ് മാത്രം ഇവിടെ ചെയ്തത്. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതുകൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിവിടെ പ്രൈം കോസ്റ്റ് കിട്ടി എത്ര, 1,03,500. ശരിയല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളിതിലേക്ക് ഫാക്ടറി ഓവർ ഹെഡ്സ് കൂട്ടാണ്. ഫാക്ടറിയിലുണ്ടായ ചിലവുകൾ നമ്മൾ കൂട്ടാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് വേജസ് അവിടെ എഴുതാം 2750. അതുപോലെ ഫാക്ടറി റെൻ്റ് ആൻഡ് റേറ്റ്സ് പവറൊക്കെ വരുന്നുണ്ട്, 15,000 വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഫാക്ടറി റെൻ്റ് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. മുകളിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വെച്ച് നോക്കുക, മുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 15,000 വന്നു. ഇനി അടുത്തത് ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്, ഇവിടെ 3,500 തന്നു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്മൾ പറയുന്നത് 21,250 ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ശരിയാണല്ലോ? അപ്പോൾ ഇത് നമുക്ക് 21,250 വന്നാൽ നമുക്കിതിലേക്ക് ഇനി എന്ത് ചെയ്യണം, ആഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, ഓപ്പണിംഗ് സ്റ്റോക്കിലെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യണം, നമ്മളിതിലേക്ക് കൂട്ടണം. അപ്പോൾ 28,000 കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ 152,750 നമുക്ക് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കുറക്കണം. വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചു. 35,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, വർക്ക് കോസ്റ്റ് 117,750 കിട്ടി. നമുക്ക് 1,17,750 നമുക്ക് കിട്ടി. അപ്പോൾ വർക്ക് കോസ്റ്റ് വരെ നമ്മൾ എത്തി. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓഫീസ് എക്സ്പെൻസസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഓഫീസ് റെൻ്റ് ആൻഡ് ടാക്സ് തന്നിട്ടുണ്ട് 22,500. അത് മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. അപ്പോൾ നമുക്കത് മാത്രമേ എഴുതാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി 120,250 കിട്ടി. ശരിയല്ലേ? 1,20,250. അതാണ് എന്ത്, അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, വർക്ക് കോസ്റ്റിൻ്റെ കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഓവർ ഹെഡ്സ് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലോട്ട് ഫിനിഷ്ഡ് ഗുഡ്സിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മളിതിൽ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 54,000 ആഡ് ചെയ്താൽ 1,74,250 കിട്ടി. ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ലെസ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി, 31,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, 143,250 കിട്ടി. 1,43,250. അതാണ് എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, CGS എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതാണ്. അപ്പോൾ വിൽക്കാനുള്ള ഇതിൻ്റെ കോസ്റ്റ് എത്ര ആയിട്ടുണ്ട്, 143,250 ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ കോസ്റ്റ് കിട്ടും, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഇതിപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡേ ഉള്ളൂ. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടാൻ ഇതിലോട്ട് എന്ത് ചെയ്യണം, നമ്മൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ക്യാരേജ് ഔട്ട്വേർഡ്, അതുപോലെ അഡ്വർടൈസിങ്, ട്രാവലേഴ്സ് വേജ് ആൻഡ് കമ്മീഷൻ ഒക്കെ ഇതിൽ പെടുന്നതാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ആണ് ഇതെല്ലാം. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് 12,500 ഉണ്ടായി. അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 55,750 കിട്ടി. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഇതിൽ നമുക്ക് സെയിൽസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നോക്കൂ, സെയിൽസ് ഡയറക്റ്റ് തന്നിട്ടില്ലേ, 2 lakh. ഈ 2 lakh നമ്മൾ സെയിൽസ് എന്നറിയാം. അപ്പോൾ നമ്മളിത് ആദ്യം എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിയാൽ നമ്മൾ അടിയിൽ എന്ത് ചെയ്യണം, 2 lakh നമ്മളിതുപോലെ എഴുതി. കണ്ടില്ലേ? നമുക്കറിയാം എന്ത്, സെയിൽസ് 200,000 ആണെന്ന് അറിയാം, അല്ലെങ്കിൽ 2 ലക്ഷം ആണെന്ന് അറിയാം. കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 1,55,750 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ചാൽ മതിയില്ലേ പ്രോഫിറ്റ് കിട്ടാൻ. അപ്പോൾ ഇത് നമ്മൾ പ്രോഫിറ്റ് വേണമെങ്കിൽ താഴെ എഴുതാം കേട്ടോ. പക്ഷേ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടും വലിയ എമൗണ്ട് സെയിൽസ് താഴെ എഴുതാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെയിൽസ് താഴേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 155,750 എഴുതിയിട്ട് എന്ത് ചെയ്യുക, ലെസ് സെയിൽസ് 2 lakh എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് പ്രോഫിറ്റ് അടുത്തതിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് നമുക്ക് എത്ര എഴുതാം, 44,250 എന്നും എഴുതാം. ഓക്കെ, എങ്ങനെയും എഴുതാം. പക്ഷേ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യം നമ്മൾ താഴെ സെയിൽസ് എഴുതിയിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്തത്, പ്രോഫിറ്റ്
ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ പ്രോഫിറ്റ് കിട്ടി, സെയിൽസ് കിട്ടി, കോസ്റ്റ് ഓഫ് സെയിൽസും കിട്ടി. നമുക്കറിയാം ഇത് മൂന്നുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറയാറുള്ളത്. മനസ്സിലായല്ലോ? വളരെ ഈസിയാണ്. നമുക്കെപ്പോഴും ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അതിനോട് കൂടെ ചെറിയ എക്സ്പെൻസസ് ഉണ്ടാവുള്ളൂ. ഡയറക്റ്റ് കോസ്റ്റസും എന്താണെന്ന് മനസ്സിലാക്കുക, ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ, ഇൻഡയറക്റ്റ് ഓവർ ഹെഡ്സ് എന്തെല്ലാമെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്ത് കിട്ടും, നമുക്ക് പ്രോഫിറ്റ് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം. ഓക്കെ.